വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 2 ദിവസത്തെ വിശേഷങ്ങൾ ഒന്നിച്ചുള്ളൊരു വ്ളോഗാണ് കാണിക്കുന്നത്. സാറയുടെ ബർത്ത്ഡേക്ക് പൊട്ടിച്ച കുടുക്കയും കൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നതാണ്. 2078 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറയ്ക്ക് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനാണ് കൂടുതൽ ആഗ്രഹം. അതായത് ക്ലിപ്പ്, ഹെയർ ബാൻഡ്സ്, വള, മാല അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ ഞങ്ങൾ പാലയിലുള്ള ഗുഡ് വിൽ കളക്ഷൻസിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദാ ഇവിടുന്ന് ഈ ഒരു പെയിൻറ്റിൻ്റെ ബോക്സൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ മേടിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് ഹെയർ ബാൻഡ്, ക്ലിപ്പ്, പിന്നെ മാല, ദാ ഈ ഒരു പേപ്പർ സോപ്പ്, പിന്നെ ജോക്കുട്ടൻ പറഞ്ഞ് ദാ ഇവിടെ ഒരു ബാറ്റും ബോളും ഒക്കെ വാങ്ങിച്ചു. അത് ശരിക്കും മാവിന് കളിക്കാൻ വേണ്ടിയാണ്. പിന്നെ സാറേനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വാങ്ങിപ്പിച്ചു. ഇതാ ഈ ഒരു മെഹന്തിയും പോകാൻ നേരത്ത് സാറ മേടിച്ചു. അങ്ങനെ കൈ നിറയെ സമ്മാനങ്ങൾ സാറ ഒരു വർഷം സ്വരൂപിച്ച് വെച്ച പൈസയും കൊണ്ട് മേടിച്ചു. ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഗുഡ് വിൽ കളക്ഷൻസിൽ നിന്ന് ഇറങ്ങി. സാറയ്ക്ക് മാത്രമല്ല, ജോക്കൂട്ടനും അന്നമോൾക്കും എല്ലാവർക്കും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങൾ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം എറണാകുളത്ത് പോകുന്നതാണ്. എല്ലാരും എങ്ങോട്ട് പോവാ? എന്തിനാ എറണാകുളത്ത് പോകുന്നത്? എവിടെയാ പോകുന്നത് എറണാകുളത്ത്? എവിടെയാ പോകുന്നത് എറണാകുളത്ത്? ആരുടെ അടുത്താ പോകുന്നത്? കുഞ്ഞിന്റെ അടുത്ത് പോകാല്ലേ? എത്ര ദിവസം ഉണ്ട് എറണാകുളത്ത്? 4 days. ഞങ്ങളെ മിസ് ചെയ്യുമോ പിള്ളേരെ? 4 days ഇവിടെ അവിടെ ചെന്ന് കുഞ്ഞാൻ്റെ പറയും, കുഞ്ഞാൻ്റെക്ക് നാളത്തെ കഴിഞ്ഞിട്ട് അർച്ചനായിട്ട് കുഞ്ഞാറ്റയ്ക്ക് ഒരു പ്രോഗ്രാം വരും. ഇല്ല, വരത്തില്ല. അപ്പോഴത്തേക്കും കുഞ്ഞാറ്റയ്ക്ക് 4 ദിവസമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ തിരക്കങ്ങളൊക്കെ അല്ലേ. ഞങ്ങൾ പാലായിന്ന് എറണാകുളത്തേക്ക് പോവാ അല്ലേ? അമ്മ പഠിച്ച സ്കൂൾ. അതെ, ഞാൻ പഠിച്ച സ്കൂൾ സെന്റ് മേരീസ് സ്കൂൾ. പാലയിലല്ലേടാ സ്കൂള്. ഞങ്ങൾ എറണാകുളത്തെത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ജിമ്മിയൊക്കെ വീട്ടിലോട്ട് വരാനായിട്ട് കുറച്ച് സമയം കൂടെ എടുക്കും എന്ന് പറഞ്ഞു. അവർ ലൂക്കാഡ സ്കൂളിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹംഗ്രി പ്ലേറ്റ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ ഇല ബിരിയാണി, ഇലക്കകത്ത് വാഴയിലുള്ള ബിരിയാണിയും പിന്നെ ഷെഷ്വാൻ നൂഡിൽസ്, ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസും ലൈം ജ്യൂസും ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഷാര എങ്ങനെയുണ്ട്? വിശന്നിരിക്കുമായിരുന്നു, അതുകൊണ്ടാണോ? ഇലക്കകത്ത് സാരയ്ക്ക് ബിരിയാണി, റൈത്ത എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. ഓക്കെ, സാറാ ഓക്കെ. വിശക്ക് വന്നു അല്ലേ? സാറയുടെ വിശക്ക് തീർന്നോ? മുഖത്ത് മൊത്തം ഉണ്ടല്ലോ. എങ്ങനെയാണ് വാട്ടർമെലൺ? ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നു. അതായത് മിയ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഇവിടെ വല്ലാർപാടം പള്ളിയിൽ വന്നിട്ട് കുറേയായി. അപ്പം ഞങ്ങൾ ആ സമയം കൊണ്ട് വല്ലാർപാടം പള്ളിയിൽ വന്നു. ഈ പള്ളി നല്ല ഫേമസ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇവിടെ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങൾ നേർച്ചയിട്ടു. പിന്നെ ഇവിടെ ചൂലുകൊണ്ട് അടിക്കുന്ന ഒരു നേർച്ചയുണ്ടല്ലോ, അപ്പോൾ അത് ഞാനും സാറയൊക്കെ ചെയ്തു. അതിനുശേഷം പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. പള്ളിയിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു, കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിള്ളേരെ പിന്നെ വീട്ടിൽ വിട്ടേച്ച് ഞങ്ങൾ തിരിച്ച് പാലായ്ക്ക് പോയി. പോകുന്ന വഴിക്ക് പച്ചക്കറി കട കയറി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. 4 ദിവസം പിള്ളേരെ അടിച്ചു പൊളിച്ചാണ് എറണാകുളത്ത് നിന്നത്. അവിടെ കുറേ സാധനങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, കുറേ മോൾസിൽ പോയി കറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലൂക്കയുടെ കൂടെ 4 ദിവസം അവർ എൻജോയ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസും കൂടി ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. But you feel